ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കോടതിയാണ്. അങ്ങനെ പ്രീതി കാരണം സാക്ഷി വിസ്താരം പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ഈ കേസ് ഇനിയും നീട്ടിവെക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധി പറയാൻ ഒരുങ്ങുകയാണ്. സുസ്മിതയുടെ ചതി കാരണമാണ് പ്രീതിക്ക് സാക്ഷി പറയാൻ സാധിക്കാത്തതെന്ന് അർജുൻ പറയുന്നുണ്ടെങ്കിലും കോടതി അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. കൂടാതെ അമീറും അർജുനെതിരെ ഓരോന്ന് പറയുമ്പോൾ കോടതി വിധി പറയാൻ ഒരുങ്ങുന്നു. അതേസമയം ശ്രീരഞ്ജിനിയും വിഷ്ണുവും കോടതിയിലേക്ക് എത്തുകയാണ്. ചന്ദ്രബോസും രണ്ട് കോൺസ്റ്റബിൾമാരും കോടതിയുടെ പുറത്തു തന്നെ നിൽക്കുകയാണ്. അതേസമയം സോമശേഖരൻ വിളിച്ച് ചന്ദ്രബോസിനോട് പറയുകയാണ്, അത് പിന്നെ സാർ, ശ്രീരഞ്ജിനി മേഡത്തിന്റെ കൂടെ വക്കീലിന്റെ വേഷത്തിൽ വിഷ്ണു വരുന്നുണ്ട്. ഞങ്ങളെ വെട്ടിച്ച് അവർ കടന്നു കളഞ്ഞതാണ്. സാർ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് സോമശേഖരൻ കോൾ കട്ട് ചെയ്യുമ്പോഴാണ് ശ്രീരഞ്ജിനിയും വിഷ്ണുവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രബോസ് ശ്രദ്ധിക്കുന്നത്. വിഷ്ണുവിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ചന്ദ്രബോസ്. അതേസമയം ചന്ദ്രബോസും ശ്രീരഞ്ജിനിയും കൂടി കോടതിയുടെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ വിഷ്ണുവിനെ തടഞ്ഞു നിർത്തുകയാണ് ചന്ദ്രബോസ്. പെട്ടെന്ന് ചന്ദ്രബോസിനെ തട്ടിമാറ്റി തന്റെ മാസ്ക് ഊരി വിഷ്ണു അകത്തേക്ക് കയറുന്നു. അതേസമയം കോടതി വിധി പറയാൻ ആരംഭിക്കുകയായിരുന്നു. എനിക്കും ചിലതൊക്കെ പറയാനുണ്ടെന്ന് വിഷ്ണു പറയുമ്പോൾ നിങ്ങൾ ആരാണെന്നും പിടിച്ചു മാറ്റാനും ഒക്കെ തന്നെ കോടതി പറയുന്നു. ഇത് കേൾക്കുന്ന ചന്ദ്രബോസ് വിഷ്ണുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ ശ്രീരഞ്ജിനി പറയുകയാണ്, ഈ കേസ് ഒന്ന് തെളിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കാണണം ചന്ദ്രബോസെ, കാര്യമായിട്ട് തന്നെ ഒന്ന് കാണണം. വിഷ്ണുവിനെ കാണുന്നതും അർജുൻ അങ്ങോട്ടേക്ക് വരികയാണ്. സാക്ഷി പട്ടികയിൽ വിഷ്ണുവിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അർജുൻ പറയുമ്പോൾ അതിനെ നിരസിക്കണമെന്ന് അമീറും പറയുന്നു. അവസാനം കോടതി അർജുന്റെ തീരുമാനത്തെ ശരിവെച്ചുകൊണ്ട് വിഷ്ണുവിന് സാക്ഷി വിസ്താരത്തിന് കയറ്റുകയാണ്. സുസ്മിതയാണ് ഈ ചതിയൊക്കെ ചെയ്തതെന്നും അർജുനെ സൂയിസൈഡ് പോയിന്റിൽ നിന്നും തള്ളിയിട്ടതും കൂടാതെ പ്രീതിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണവും സുസ്മിതയാണെന്ന് വിഷ്ണു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ കോടതി പറയുകയാണ്, വിഷ്ണുവിന്റെ നിഷ്കളങ്കതയൊക്കെ കോടതിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇവിടെ വേണ്ടത് തെളിവാണ്. തെളിവുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനിയും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് കേൾക്കുന്ന വിഷ്ണു പറയുകയാണ്, ആര് പറഞ്ഞു തെളിവില്ലെന്ന്? എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് ആ പെൺഡ്രൈവ് എടുത്ത് കോടതിയെ ഏൽപ്പിക്കുകയാണ് വിഷ്ണു. ആ പെൺഡ്രൈവ് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിതയും ചന്ദ്രബോസും അമീറും. ഇങ്ങനെ ഒരു തെളിവുള്ള കാര്യം താൻ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് അമീർ ചോദിക്കുമ്പോൾ പറയാനുള്ള അവസരം കിട്ടിയില്ലെന്നും ഇന്നലെ രാത്രിയാണ് എനിക്ക് ഈ പെൺഡ്രൈവ് കിട്ടിയത്, അപ്പോൾ തന്നെ വിഷ്ണു വന്ന് ഇത് കൊണ്ടുപോവുകയും ചെയ്തെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുകയാണ് അമീർ. ദയവായി കോടതി ഈ പെൺഡ്രൈവിലുള്ള വീഡിയോ പരിശോധിക്കണമെന്ന് അർജുൻ പറയുമ്പോൾ ഫൂട്ടേജ് പരിശോധിക്കുകയാണ് ജഡ്ജി. അതേസമയം എല്ലാവരും ആകാംക്ഷയോടെ ജഡ്ജിയെ നോക്കുമ്പോൾ എല്ലാം നോക്കിയതിനു ശേഷം ജഡ്ജി പറയുകയാണ്, ഇതിൻ്റെ അകത്ത് യാതൊരുവിധ തെളിവുമില്ല. ആദ്യം എന്തൊക്കെയാണോ ഇവിടെ തന്നിരുന്നത് അത് തന്നെയാ ഇതിലുള്ളത്, അല്ലാതെ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് എല്ലാവരുടെ നേരെ തന്റെ ലാപ്ടോപ്പില് ആ ഫൂട്ടേജ് ഓപ്പൺ ചെയ്യുകയാണ് ജഡ്ജി. വിഷ്ണുവേട്ടൻ അത് പ്ലേ ചെയ്ത് നോക്കിയില്ലായിരുന്നോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഇല്ലെന്നും അതെങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നെട്ടോട്ടത്തിലായിരുന്നു ഞാനെന്നും വിഷ്ണു പറയുന്നു. ഈ അവസരം കണക്കിലെടുത്ത് അമീർ പറയുകയാണ്, കണ്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ, ഇവരെല്ലാവരും കൂടി കോടതിയെ കളിയാക്കുകയാണ്. അമീർ പറയുന്നു, യാതൊരു കുറ്റവും ചെയ്യാത്ത എന്റെ കക്ഷിയെ എത്രയും പെട്ടെന്ന് ഈ കേസിൽ നിന്നൊക്കെ വിമുക്തയാക്കണമെന്ന് അമീർ പറയുമ്പോൾ പെട്ടെന്ന് ആ വീഡിയോയിലെ ബാക്കി ദൃശ്യങ്ങൾ കാണപ്പെടുകയാണ്. താഴേക്ക് വീഴാതിരിക്കാനായി പാറയിൽ പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന രോഹിത്തിന്റെ അടുത്തേക്ക് ദേഷ്യത്തോടെ പാഞ്ഞെടുക്കുന്ന സുസ്മിതയാണ് കാണിക്കുന്നത്. ഈ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് സുസ്മിത. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.